Hello everyone, welcome back to MTM Education channel. It's me Sheeja, your banking faculty. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ജോയിൻറ്റ് അക്കൗണ്ട് കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്താ പറയുന്നത്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് പറയുന്നത് കേട്ടോ. അതിൽ ലാസ്റ്റ് നമ്മൾ ജോയിൻറ്റ് അക്കൗണ്ട് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ വരുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ടു ഓർ മോർ പേഴ്സൺ, ആ ടു ഓർ മോർ പേഴ്സൻ്റെ ഒരു അസോസിയേഷനാണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് അവരവിടെ ചില എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഈ ടു ഓർ മോർ പേഴ്സൺ ചേർന്നിട്ട് എന്താണ് ഒരു ബിസിനസ് എന്താണ് ജോയിൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് എല്ലാം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അവർ ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് അവരെന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു അഗ്രിമെൻ്റ് പ്രകാരം രണ്ടോ മൂന്നോ പേര് ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടോ മൂന്നോ പേരെന്ന് മാത്രമല്ല കേട്ടോ, രണ്ടിൽ കൂടുതൽ ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് എന്താണ് അവരുടെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ബാങ്കർ എന്ത് ചെയ്യണം, ചില പ്രിക്കോഷൻസ് ബാങ്കർ എടുത്തിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രിക്കോഷൻസ്? ഫസ്റ്റ് വൺ പറയണത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ പറയുന്നത്? അപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ആ പാർട്ട്ണർഷിപ്പ് ഡീഡ്, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നൊക്കെ. ഈ പാർട്ട്ണർഷിപ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറയുന്നത് എന്തിലാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് തറോ ആയിട്ട് ആര് എക്സാമിൻ ചെയ്തിരിക്കണം? ബാങ്കർ എക്സാമിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബാങ്കർ എപ്പോഴും എന്ത് നോക്കണം എന്നാണ് പറയുന്നത്? എത്രയാണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ലിമിറ്റിൽ കൂടുതൽ എന്തുണ്ടാവാൻ പാടില്ല, പാർട്ട്നേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ടൈറ്റിൽ ഓഫ് ദ ഫേം അക്കൗണ്ട്. ഫേമിൻ്റെ അക്കൗണ്ട് കേസ് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിന് എന്താണ് ഒരു ഫേമിൻ്റെ പേരിൽ, അതായത് ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറിന് തൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതായത് പാർട്ട്നേഴ്സ് ഒരിക്കലും എന്താണ് ഫേമിൻ്റെ അക്കൗണ്ട് സ്വന്തം പേരിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് എന്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം? ആ ഫേമിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് കേസ് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ആൻ അക്കൗണ്ട്. ഇനി എന്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കേസ് എന്താ പറയുന്നത്? അതായത് ഒരു അക്കൗണ്ട്, അതായത് ഫേമിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ബാങ്കർ എന്ത് ചെയ്തിരിക്കണം എന്നാണ്? ദ ബാങ്കർ മസ്റ്റ് ഗെറ്റ് ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ഫോം. അതായത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആർക്ക് കിട്ടിയിരിക്കണം? ബാങ്കർക്ക് കിട്ടിയിരിക്കണം. ദ ആപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് ബൈ വൺ ഓർ മോർ പാർട്ട്നേഴ്സ്. അതായത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്കർ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? സ്പെസിമെൻ സിഗ്നേച്ചർ, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സ്പെസിമെൻ സിഗ്നേച്ചർ ആര് കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഈ ബാങ്കർ കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ പറയണത് എ പാർട്ട്ണർഷിപ്പ് ലെറ്റർ ഓർ മാൻഡേറ്റ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് ഒരു ബാങ്കർ എന്താണ്, എ ബാങ്കർ ഷുഡ് ഓൾസോ ഗെറ്റ് എ ക്ലിയർ മാൻഡേറ്റ് ഫ്രം ദ പാർട്ട്നേഴ്സ് ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബാങ്കർക്ക് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും എന്ത് കിട്ടിയിരിക്കണം? ഒരു മാൻഡേറ്റ്, ഒരു ലെറ്റർ കിട്ടിയിരിക്കണം. എന്തൊക്കെയാണ് ആ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ? ആ ലെറ്ററിൽ ഉണ്ടായിരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ നെയിം ഓഫ് പാർട്ട്നേഴ്സ് ഹു ആർ ഓതറൈസ്ഡ് ടു ഡ്രോ ചെക്സ്. ചെക്ക് ഡ്രോ ചെയ്യാനുള്ള അധികാരമുള്ള പാർട്ട്നേഴ്സിൻ്റെ പേര്. എല്ലാവർക്കും ചെക്ക് ഡ്രോ ചെയ്യാനുള്ള അധികാരമൊന്നും കൊടുക്കുന്നില്ല. അത് അധികാരപ്പെടുത്തിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കും. ആ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചെക്ക് ഡ്രോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവരുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. രണ്ടാമത്, ദ നെയിം ഓഫ് പാർട്ട്നേഴ്സ് ഹു ആർ എംപവേർഡ് ടു ബോറോ മണി ഫോർ ദ ഫേം. ഫേമിന് വേണ്ടിയിട്ട് പൈസ ബോറോ ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. അപ്പോൾ ആർക്കാണ് ഫേമിന് വേണ്ടിയിട്ട് പൈസ ബോറോ ചെയ്യാനുള്ള പവർ ഉള്ളത്? ആ ആളുടെ പേരുണ്ടായിരിക്കണം. The next one, the name of partners who have the power to overdraw, endorse, make and accept bill of exchange and promissory note on behalf of the firm.
ഫേമിന് വേണ്ടിയിട്ട് ആർക്കൊക്കെയാണ് ഓവർഡ്രോ, അതായത് അക്കൗണ്ടിൽ നിന്ന് ഓവർഡ്രോ ചെയ്യാനുള്ള അധികാരമുള്ളത്, എൻഡോസ് ചെയ്യാനുള്ള ചെക്കെല്ലാം എൻഡോസ് ചെയ്യാനുള്ള അധികാരമുള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്, പ്രോമിസറി നോട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഇതൊക്കെ ഫേമിന് വേണ്ടിയിട്ട് ആർക്കാണ് ചെയ്യാനുള്ള അധികാരം? ആ പാർട്ട്നേഴ്സിൻ്റെ പേര് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയണത് ദ നെയിം ഓഫ് പാർട്ട്ണർ ഹു ഹാവ് ദ പവർ ടു മോർഗേജ് ഓർ സെൽ എനി പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ ഫേം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഫേമിൻ്റെ പ്രോപ്പർട്ടി മോർഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ ഉള്ള അധികാരം ഉണ്ടാവും. അപ്പോൾ ആ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ് സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ മോർഗേജ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്? ആ പാർട്ട്ണറുടെ പേര്. ഇതൊക്കെയാണ് എന്തിൽ ഉണ്ടായിരിക്കേണ്ടത്? ഈ മാൻഡേറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ അധികാരപ്പെടുത്തിയിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ പേര് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് കേസ്, ഇൻസോൾവൻസി ഓഫ് ദ ഫേം. എന്താണ് ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ? എന്താണ്? പാപ്പരാവ് എന്ന് പറയില്ലേ, അതാണ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസോൾവെൻറ്റ്. ദ അക്കൗണ്ട് ഓഫ് ദ ഫേം മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ റിസീവിങ് എ നോട്ടീസ് ഓഫ് ദ ഇൻസോൾവൻസി ഓഫ് ദ ഫേം. അതായത് ഫേം ഇൻസോൾവൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടീസ് കിട്ടിയ ഉടൻ തന്നെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഫേമിൻ്റെ പേരിലുള്ള അക്കൗണ്ട് എന്ത് ചെയ്തിരിക്കണം? സ്റ്റോപ്പ് ചെയ്തിരിക്കണം. If the account shows a credit balance, it must be hand over to the official receiver. അപ്പോൾ ആ അക്കൗണ്ട്, ഫേമിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ ആ വരുന്ന പൈസ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്? ഒഫീഷ്യൽ റിസീവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ഫേം ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ ഫേമിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം, അല്ലേ? അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള ക്രെഡിറ്റ് ബാലൻസ്, ബാക്കിയുള്ള പൈസ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്? ഒഫീഷ്യൽ റിസീവർക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. നേരത്തെ നമ്മൾ ഫേമിൻ്റെ കേസാണ് പറഞ്ഞത്, ഇതെന്താണ്? പാർട്ട്ണറുടെ കേസാണ്. When a partner become insolvent, he ceases to be the partner of the firm and shall not liable for the subsequent acts of the firm. അപ്പോൾ ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ പാർട്ട്ണർ എന്താണ്? നമ്മൾ അപ്പം തന്നെ എന്താണ്? ആ ഫേമിൽ നിന്ന് അയാളുടെ എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും, അല്ലേ? അയാൾക്ക് അതിൽ കൂടുതൽ, അതായത് ഇൻസോൾവെൻ്റ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രവൃത്തികളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഏർപ്പെടാൻ പറ്റില്ല. An insolvent partner has no legal right to operate the firm's account. അതുപോലെ തന്നെ ഫേമിൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ലീഗലായിട്ട് ആർക്ക് ഉണ്ടാവില്ല? ഈ പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കില്ല. സോ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ആ അക്കൗണ്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്? ക്ലോസ് ചെയ്യുക, അല്ലേ? അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അയാളുടെ ലയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? വേറെ അയാളെ ഒഴിവാക്കിയിട്ട് പുതിയ അക്കൗണ്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്? ഓപ്പൺ ചെയ്യുക. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു പാർട്ട്ണറെ, ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ പേരിൽ ആ അക്കൗണ്ട് ഒന്നും കൂടെ എന്ത് ചെയ്യുക? റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. എന്താണ് ഡെത്തിൻ്റെ കേസിൽ പറയുന്നത്? എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ഡിസോൾവ്ഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. If the firm's account is in credit, the remaining partners can continue to operate the account by giving a fresh mandate to the bank. അതായത് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ആ ഫേം എന്താവും? ഡിസോൾവ് ആവും, അല്ലേ? ഡിസോൾവ് ആയി മാറും. ഇനി എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, ക്രെഡിറ്റ് ആണ് അക്കൗണ്ട് എങ്കിൽ ആ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? ആ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും കൂടെ ചേർന്നിട്ട് പുതിയ എന്ത് ചെയ്യാം? ഒരു മാൻഡേറ്റ് കൊടുത്തിട്ട് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലേ? അതായത് ഡെത്തായിട്ടുള്ള ആളെ ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താണ്? ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്? ഫ്രഷ് ആയിട്ട് ഒരു ലെറ്റർ കൊടുത്തിരിക്കണം. അല്ല, അക്കൗണ്ട് ഇനി ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ദ ബാങ്ക് ടു ക്ലോസ് ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് സോ ആസ് ടു ഡിറ്റർമിൻ ദ ലയബിലിറ്റി ഓഫ് ദ ഡിസീസ്ഡ് പാർട്ട്ണർ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ബാങ്കർ എന്ത് ചെയ്തിരിക്കണം എന്നാണ്? ആ അക്കൗണ്ട്, നിലവിലുള്ള അക്കൗണ്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ പാർട്ട്ണർക്ക്, മരിച്ച പാർട്ട്ണർക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. നെക്സ്റ്റ്, ദെൻ എട്ടാമത്തത് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. എന്താണ് റിട്ടയർമെൻറ്റ് കേസ്? എന്താ പറയുന്നത്? അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ, അത് റിട്ടയർ ആവുക എന്നുള്ള ഒരു നോട്ടീസ് ബാങ്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ചെക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഓണർ ചെയ്യാൻ പാടില്ല. ചെക്കൊക്കെ എന്തായി മാറും? ഡിസോണേർഡ് ആയിട്ട് മാറും. അതായത് കളക്ഷനൊന്നും ചെക്കിന് പോകാൻ പറ്റില്ല.
അതുപോലെ തന്നെ ദ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ കോസസ് ദ പാർട്ട്ണർഷിപ്പ് ഇസ് ടു ബി ഡിസോൾവ്ഡ്. അഥവാ പാർട്ട്ണർ റിട്ടയർ ആയി കഴിഞ്ഞാലും പാർട്ട്ണർഷിപ്പ് എന്തായി മാറും? ഡിസോൾവ്ഡ് ആയിട്ട് മാറും. മരിച്ചാലും റിട്ടയർ ചെയ്താലും ഒക്കെ അത് ഡിസോൾവ്ഡ് ആയിട്ട് മാറും. If the account of the firm shows a debit balance at the time of retirement of a partner, the banker should close the old account in order to determine the liability. ഒക്കെ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് അക്കൗണ്ട് കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ബാങ്കർ ആ അക്കൗണ്ട്, നിലവിലുള്ള ആ അക്കൗണ്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തിട്ട് ഈ പാർട്ട്ണർക്ക് എത്രത്തോളം ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആര് കണ്ടുപിടിച്ചിരിക്കണം? ബാങ്കർ കണ്ടുപിടിച്ചിരിക്കണം. Then next, last and final, transfer of firm's money to partner's personal account. ഫേമിൻ്റെ പൈസ പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാങ്കർ മറ്റുള്ള പാർട്ട്ണറുടെ സമ്മതമില്ലാതെ ഫേമിൻ്റെ പൈസ ഒരാളുടെ അക്കൗണ്ടിലേക്ക്, ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് ട്രാൻസ്ഫർ ചെയ്യാം, ഫേമിൻ്റെ പൈസ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ എന്ത് കിട്ടിയിരിക്കണം? കൺഫർമേഷൻ കിട്ടിയിരിക്കണം. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്, ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഫേമിൻ്റെ പൈസ പാർട്ട്ണറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിൻ്റെ കേസിൽ പറയുന്നത്? നമ്മളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ പറയുന്നത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ.